ആലപ്പുഴയിൽ വെള്ളപ്പൊക്ക ദുരിതം തുടരുകയാണ്. താഴ്ന്ന പ്രദേശങ്ങൾ ഭൂരിഭാഗവും വെള്ളത്തിനടിയിലാണ്. പമ്പ, അച്ചൻകോവിൽ ആറുകളിൽ ജലനിരപ്പിൽ മാറ്റമില്ല. ചെങ്ങന്നൂർ താലൂക്കിലും കുട്ടനാട്, അപ്പർ കുട്ടനാടൻ മേഖലയുമാണ് പ്രളയക്കെടുതി രൂക്ഷമായിട്ടുള്ള പ്രദേശങ്ങൾ. അതേസമയം തന്നെ തീരദേശ മേഖലയിൽ കടലാക്രമണത്തിന് ശമനം വന്നത് വലിയ ആശ്വാസം നൽകുന്നുണ്ട്. ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കളക്ടർ ഇന്ന് അവധി പ്രഖ്യാപിച്ചിരുന്നു. സുധീഷ് ഗോപാൽ ശരിയാണ്. സുധീഷ്, നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, കുട ചൂടിയിട്ടുണ്ട്, മഴയാണ്. ഒപ്പം തന്നെ ഈ അപ്പർ കുട്ടനാട് മേഖല അത് ഏവരും ഉറ്റുനോക്കുന്ന ഒരു പ്രദേശം കൂടിയാണല്ലോ. എന്താണ് സ്ഥിതി സുധീഷ്? അശ്വതി, ഇപ്പോഴും ആലപ്പുഴ ജില്ലയിൽ ശക്തമായ മഴ തുടരുകയാണ്. ഇതേ സാഹചര്യത്തിൽ തന്നെ കുട്ടനാട്, അപ്പർ കുട്ടനാട്, അതോടൊപ്പം തന്നെ ചെങ്ങന്നൂർ മേഖലകളിലൊക്കെ വലിയ രീതിയിൽ വെള്ളപ്പൊക്ക കെടുതികൾ രൂക്ഷമാണ്. നിരവധി താഴ്ന്ന പ്രദേശങ്ങളിലെല്ലാം തന്നെ വെള്ളം കയറിയ ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് കുട്ടനാട്ടിലെ AC റോഡിൽ മങ്കൊമ്പ് ഭാഗത്താണ്. ഇവിടെ റോഡിൽ വെള്ളം കയറിയിരിക്കുന്നത്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് AC റോഡിൽ ഇനിയും വെള്ളപ്പൊക്ക കെടുതികൾ ഉണ്ടാവില്ല, ഇല്ലെങ്കിൽ ഏറ്റവും രക്ഷാപ്രവർത്തനത്തിനെല്ലാം ഉപയോഗിക്കാവുന്ന ഒരു പാതയായി ഇത് മാറും എന്ന പ്രഖ്യാപനത്തോടെയാണ് ഏതാണ്ട് 750 AC റോഡ് നിർമ്മിച്ചത്. എന്നാൽ അവിടെയും ഇപ്പോൾ വെള്ളം കയറിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. താഴ്ന്ന പ്രദേശങ്ങളിലെ വീടുകളിലെല്ലാം തന്നെ വെള്ളം കയറിയ അവസ്ഥയാണ്. കുട്ടനാട്ടിലെ മുട്ടാറ് ഭാഗത്ത് ഏതാണ്ട് 90% വീടുകളിലെ ജനങ്ങളെയും ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റിപ്പാർപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. ഇപ്പോഴും ജലനിരപ്പ് അല്പം ഉയർന്നുകൊണ്ടിരിക്കുന്നു എന്നതാണ് പറയാൻ സാധിക്കുന്നത്. അച്ചൻകോവിലാറ്റിലും പമ്പയാറ്റിലും ജലനിരപ്പ് ഉയർന്ന ഒരു സാഹചര്യം തന്നെ നിലനിൽക്കുന്നു. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ തന്നെ കാണാം, കുട്ടനാട്ടിലെ ഭാഗങ്ങൾ, പാടശേഖരങ്ങളോട് ചേർന്ന ഭാഗം, അവിടെ എല്ലാം വെള്ളം കയറി കിടക്കുന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. മങ്കൊമ്പ് സിവിൽ സ്റ്റേഷനിൽ അടക്കം വെള്ളം കയറിയ സാഹചര്യമാണ്. തലവടിയിലെ സാമൂഹ്യ ആരോഗ്യ കേന്ദ്രം തന്നെ, അതിന്റെ പ്രവർത്തനം തന്നെ ഈ വെള്ളം കയറിയതിനാൽ മറ്റൊരു നീരേറ്റുപുറത്തേക്ക് മാറ്റി പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്. ഈ രീതിയിലെല്ലാം വലിയ കെടുതികളാണ് നേരിടുന്നത്. ഇത്തരത്തിൽ ഇതിന് ഒരു ശമനമാകണമെങ്കിൽ തോട്ടപ്പള്ളി പൊഴി വഴി ശക്തമായി വെള്ളം പോകേണ്ട ഒരു സാഹചര്യമുണ്ട്. ചെങ്ങന്നൂർ മേഖലയിൽ ചെറിയനാട്, വെൺമണി ഭാഗങ്ങളിലേക്കും വെള്ളം കയറുന്നു എന്നതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ഒരു സാഹചര്യം കടുത്ത പ്രതിസന്ധി തന്നെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഇന്നും മഴ തുടരുന്ന ഒരു സാഹചര്യത്തിലും കിഴക്കൻ വെള്ളത്തിന്റെ വരവിന് കാര്യമായ ശമനമില്ലാത്ത ഒരു സാഹചര്യത്തിലും വലിയ രീതിയിലുള്ള വെള്ളപ്പൊക്ക കെടുതികൾ ആണ് ഇപ്പോൾ കുട്ടനാട്ടിലെയും അപ്പർ കുട്ടനാട്ടിലെയും ചെങ്ങന്നൂർ മേഖലയിലെയും ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പത്തനംതിട്ട ജില്ലയിലും മറ്റും ഇന്ന് റെഡ് അലർട്ട് കൂടി പ്രഖ്യാപിച്ചതോടെ വീണ്ടും കിഴക്കൻ മേഖലകളിൽ മഴ തുടർന്നാൽ വീണ്ടും പമ്പയാറ്റിലും മറ്റും ജലനിരപ്പ് ഉയരാനുള്ള സാധ്യത കൂടി നിലനിൽക്കുന്നു. അങ്ങനെ വന്നാൽ 2018 മറ്റും സമാനമായ ഒരു പ്രതിസന്ധിയിലേക്ക് പോകുമോ എന്നതാണ് ഏറ്റവും ആശങ്ക ജനിപ്പിക്കുന്നത്. അതോടൊപ്പം ഇപ്പം നിലവിൽ ആലപ്പുഴ ജില്ലയിൽ 77 ദുരിതാശ്വാസ ക്യാമ്പുകളാണ് പ്രവർത്തിക്കുന്ന. ഈ 77 ദുരിതാശ്വാസ ക്യാമ്പിലായിട്ട് ഏതാണ്ട് 8700-ലധികം പേർ ഇപ്പോൾ ക്യാമ്പുകളിൽ അഭയം തേടിയ ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. ഇതേ സാഹചര്യത്തിൽ തന്നെ വ്യാപക കൃഷിനാശവും ഉണ്ടായിട്ടുണ്ട്. ഏതാണ്ട് 500 ഏക്കറിലധികം പാടശേഖരങ്ങളിലെ കൃഷി നശിച്ചു. അതോടൊപ്പം തന്നെ മറ്റ് കരകൃഷികൾ, വാഴയടക്കമുള്ള കൃഷികൾ വ്യാപകമായി നശിച്ചു. 4 കോടിയിലധികം രൂപയുടെ കൃഷിനാശം തന്നെ ഇതിനോടകം രേഖപ്പെടുത്തുന്നു. ഈ രീതിയിലെല്ലാം തന്നെ വലിയ നാശനഷ്ടങ്ങളാണ് ആലപ്പുഴ ജില്ലയിൽ ഉണ്ടായിട്ടുള്ളത്. 40-ലധികം വീടുകളാണ് തകർന്നിട്ടുള്ളത്. 3 മരണം ആലപ്പുഴ ജില്ലയിൽ ഉണ്ടായിട്ടുണ്ട്. വെള്ളക്കെട്ടുകളിൽ വീണും മറ്റും ഉള്ള മരണങ്ങളാണ് സംഭവിച്ചിട്ടുള്ളത്. അതായത് വാഹനങ്ങളൊക്കെ വളരെ പ്രയാസപ്പെട്ടാണ്, എന്തിനേറെ പറയുന്നു, ആ ബസ് റോഡിലൂടെ സഞ്ചരിക്കുന്ന ദൃശ്യങ്ങൾ നമ്മളത് കണ്ടതാണ്. 2 വീലേഴ്സ് ഒക്കെ വളരെ നമ്മള് മഴയായതുകൊണ്ട് തന്നെ സ്വാഭാവികമായും വലിയ ജാഗ്രതയിലായിരിക്കും പോകുന്നത്. പക്ഷെ ഇത്രത്തോളം വെള്ളത്തിലൂടെയാണ് യാത്ര എന്നുള്ളതാണ്. അത് നദിയാണോ റോഡാണോ എന്നൊന്നും തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു സാഹചര്യം. ആലപ്പുഴ എന്നൊക്കെ പറഞ്ഞുള്ള ഒരു മഴ പെയ്താൽ തന്നെ മുങ്ങും. ഒരുപാട് താഴ്ന്ന പ്രദേശങ്ങളുള്ള ഇടം കൂടിയാണ് ആലപ്പുഴ ജില്ലയിലുള്ളത്. മാത്രമല്ല, ഇതിൽ ഏറ്റവും ആശങ്കപ്പെടുത്തുന്ന കാര്യം ഇപ്പോഴും മഴയാണ്. ശ്രുതി, ഇവിടെ അതെ, അത് തന്നെയാണ്. മഴ തുടരുകയാണ്.